പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എക്സാം എഴുതാൻ പോകുന്ന 10th-ലെയും 12th-ലെയും കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ എക്സാമില് കുട്ടികൾ വരുത്തുന്ന ചില മിസ്റ്റേക്സ്, അതിന്റെ പ്ലാനിങ്ങിലാണെങ്കിലും പ്രിപ്പറേഷൻ ആണെങ്കിലും, അപ്പൊ അത് മൂലം അവരുടെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ കൂട്ടാനും പെർഫോമൻസിനെ കുറയ്ക്കാനും അത് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മിസ്റ്റേക്സുകളെ ഒഴിവാക്കാൻ പറ്റും, നമ്മുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടിപ്സിലേക്ക് കിടക്കാം. സോ ഈ മിസ്റ്റേക്കുകളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മുടെ കുട്ടികൾ ഒക്കെ ചെയ്യുന്ന, ഇപ്പോ എക്സാം ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ എക്സാമിനർ ഹാളിലേക്ക് കയറി കഴിഞ്ഞിട്ട് പോലും പുറത്തു നിന്ന് ഭയങ്കര ധൃതിയില് ടെൻഷനില് കുട്ടികളുടെ ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ച് പിടിച്ച് വായിക്കുകയും ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു, ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കാര്യം എപ്പോഴും നമ്മൾ പരീക്ഷാ ഹാളുകൾക്ക് മുന്നിൽ കാണുന്നതാണ്. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, അത് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് മുൻപെങ്കിലും നിങ്ങൾ ബുക്സ് എല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കയ്യിലെടുത്ത് ഒന്ന് റെഡിയാവുക. കാരണം ആ റെഡിയാവലിന് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയാണ്. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു നോക്കി അവരോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, അയ്യോ അപ്പൊ അതെനിക്ക് ഓർമ്മ വരുന്നില്ല, ഇത് നിങ്ങളുടെ ടെൻഷനെ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ അത് പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. സോ ലാസ്റ്റ് മിനിറ്റിലുള്ള ടോപ്പിക്സുകൾ വായിക്കുന്നതും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പായിട്ട് ഞാൻ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, അതുപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെ ഒരു പ്രശ്നമാണിത്. ഇത് നമ്മുടെ ഫസ്റ്റ് എക്സാമിനെയല്ല, നിങ്ങൾ എഴുതിയ എക്സാമിനെയല്ല, ഇനി എഴുതാൻ പോകുന്ന എക്സാമുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എക്സാം എഴുതി റൂമിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ തൽക്കാലം നിങ്ങൾ ഒഴിവാക്കുക. കാരണം കുട്ടികളുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് നോക്കുന്നു. അപ്പൊ നമ്മൾ എഴുതിയ ശരിയാണെന്ന് വിചാരിച്ചത് ഉത്തരങ്ങൾ തെറ്റിയെന്ന അറിവും, നമ്മൾ വിട്ടുകളഞ്ഞ ചിലപ്പോ ചോദ്യങ്ങൾ ഈസി ആയിരുന്നു അറിയാമെന്നുള്ളത് തിരിച്ചറിവും, ഇതെല്ലാം കുട്ടികളെ ഡിപ്രസ്ഡ് ആക്കുന്നു. അതായത് അവരില് കഴിഞ്ഞ എക്സാം നന്നായി എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ക്രിയേറ്റ് ചെയ്യാനും പിന്നീട് വരുന്ന എക്സാമുകളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനും കാരണമാകുന്നു. സോ ഈ ഒരു കാര്യമാണ് പണ്ടുള്ള ആളുകൾ എപ്പോഴും പറയാറുണ്ട്, എന്താണ്, ചത്ത കുട്ടിയുടെ ജാതകം നോക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, അല്ലെ? അതായത് നമ്മൾ കഴിഞ്ഞ എക്സാം ഇറ്റ്സ് ഓവർ, ഇനി അതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, വരാൻ പോകുന്ന എക്സാമുകൾ എങ്ങനെ നന്നായി എഴുതാം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ എഴുതി കഴിഞ്ഞ എക്സാമിനെ കുറിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും വേണ്ട എന്ന് വെക്കുക. ദാറ്റ് ഈസ് ദ ടിപ്പ് നമ്പർ 2. ഡോണ്ട് ഡിസ്കസ് ഓർ കമ്പയർ. നിങ്ങൾ എഴുതിയ ആ ആൻസറുകളെ ഡിസ്കസ് ചെയ്യുക, കമ്പയർ ചെയ്യുക വേണ്ട. എക്സാം കഴിഞ്ഞ് നമ്മൾ അത് അവിടെ അവസാനിപ്പിച്ച് നമ്മൾ പോകുന്നു. ഓക്കെ, ഇത് രണ്ടുമാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ദെൻ തേർഡ് ആയിട്ട് പറയുന്നത്, ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യവും എന്നാൽ മിക്ക കുട്ടികളും തീരെ ബോധേഡല്ലാത്തതുമായ ഒരു കാര്യമാണ്, കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി വേണം നമ്മൾ എക്സാമിന് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് മോഡൽ എക്സാം എഴുതിയിട്ടൊക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം എത്രയാണ്, നമുക്ക് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് 1 അവർ കഴിയുമ്പോൾ എത്രത്തോളം മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു, എത്ര ഇനി ബാക്കിയുണ്ട്, ആ തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനിങ് കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്ലാനിങ്ങോട് കൂടി വേണം നിങ്ങൾ എക്സാമിലേക്ക് വരാൻ. Okay, that's tip number 3. And then the tip number 4 is read the question paper completely before going to answer, അല്ലെങ്കിൽ before start answering. നിങ്ങൾ ആൻസർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ആ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായും വായിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ബിക്കോസ് 20 മിനിറ്റ്സോളം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം കിട്ടുന്നുണ്ട്. ആ 20 മിനിറ്റ്സിനെ പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ 20 മിനിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനുകളെ മുഴുവനുമായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഏതാണ് നിങ്ങൾക്ക് നന്നായി ആൻസർ എഴുതാൻ പറ്റുക,
അല്ലെങ്കിൽ ഏതാണ് എനിക്ക് ഡിഫിക്കൽട്ടാണ് നന്നായിട്ട് അറിയില്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്തെടുക്കാൻ തന്നെ ആ ഒരു റീഡിങ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ ഓടിക്കേറി ആൻസർ ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനെ വായിച്ച് അതിനെ നമ്മുടെ ഈസി ആയിട്ടുള്ളതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും നന്നായി കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതും അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ആദ്യം ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിനെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ആ 20 മിനിറ്റ്സിൽ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാനുള്ള വർക്ക് ഉണ്ട്. ആ വർക്ക് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചുവിടാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാതെ ചിലപ്പോൾ കാണാറുണ്ട് കൂൾ ഓഫ് ടൈമിൽ വായിക്കേണ്ട സമയത്ത് ആൻസർ ചെയ്യാൻ തുടങ്ങുക, അതല്ലെങ്കിൽ ആ സമയത്ത് തൊട്ടടുത്തുള്ള ആളുകളോട് ഡിസ്കസ് ചെയ്യാൻ പോവുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് മാറ്റി വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ടും ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് ടിപ്പായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ടിപ്പ് പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് മിനിറ്റുള്ള ഡിസ്കഷനും വായന ഒഴിവാക്കുക. സെക്കൻഡ് ടിപ്പായിട്ട് പറഞ്ഞത് എക്സാം കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ വേണ്ട. തേർഡ് ടിപ്പായിട്ട് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ ഫോർത്ത് വൺ എന്ന് പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ടും വായിക്കുക എന്ന് പറയുന്ന ടിപ്പ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ 4 ടിപ്പുകൾ. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുൻപ് read the question twice before answering. 2 തവണയെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളത്. ഇത് പറയാൻ പ്രത്യേകിച്ചും കാരണമുണ്ട്. വാല്യുവേഷനിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ചില അബദ്ധങ്ങളാണ് ഈ പറയുന്നത്. അതായത് ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത് എനിക്ക് അറിയാവുന്നതാണ് എന്നുള്ളതിൽ പെട്ടെന്ന് കയറി എഴുതുമ്പോൾ പലപ്പോഴും എന്താണ് ആ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് അതിലെ കമാൻഡിങ് വേർഡ് എന്ന് പറയും. ചിലപ്പോൾ നിങ്ങളോട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ, ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിരിക്കും പറയാ, അതല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ്. ഇങ്ങനെ എന്താണ് ആ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അതിന്റെ ആൻസറിംഗിലേക്ക് കടക്കാവൂ. അതല്ലെങ്കിൽ നമ്മൾ വേഗം കണ്ടു ആൻസർ ചെയ്ത് തുടങ്ങി. ചില കുട്ടികളൊക്കെ കുറെ എഴുതി കഴിഞ്ഞിട്ടായിരിക്കും ഇതല്ല ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ചിലരാണെങ്കിൽ അത് അറിയാതെ ഉത്തരം എഴുതി എന്നുള്ള വിശ്വാസത്തിൽ പോകുന്നു. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉള്ളതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ സ്കോർ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് റീഡ് ദ ക്വസ്റ്റ്യൻ ട്വൈസ് ബിഫോർ ആൻസറിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത്. സോ നമ്മുടെ ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത്, ഇപ്പോ കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസിനൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ എപ്പോഴും നമുക്ക് പ്രിഫർ ചെയ്യുന്നത് സ്റ്റാർട്ട് വിത്ത് ഈസി ക്വസ്റ്റ്യൻ, ദെൻ യു ക്യാൻ ജമ്പ് ഇൻ ടു ഡിഫിക്കൽട്ട് വൺ. അപ്പോ അങ്ങനെ പറയാനുള്ള കാരണം ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ആൻസർ ചെയ്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ നൽകും. സോ അപ്പൊ ഒരു 3-4 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ അതങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു അവസാനം കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ക്ലിയർ ആവുന്നില്ല തോന്നിയാൽ ഡോണ്ട് വേസ്റ്റ് ടു മച്ച് ടൈം. അതിൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യരുത്. അത് എവിടെയാണോ നിന്നത് അവിടെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് മാറുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. മേ ബി അങ്ങനെ കുറെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നമുക്ക് തിരിച്ച് നമ്മുടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിൻ ഒന്നുകൂടെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ കിടന്ന് കളിച്ച് നമ്മുടെ സമയം വെറുതെ കളയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ദെൻ അതുപോലെ മറ്റൊരു കാര്യമാണ്, നെക്സ്റ്റ് ടിപ്പായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോ ഫസ്റ്റ് വായിച്ചപ്പോ ഈസി ആയിട്ട് ഇത് മാർക്ക് ചെയ്തു, അതെല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, അത്ര നന്നായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് തോന്നി ഒഴിവാക്കിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ നമുക്കത് ഓർമ്മ വന്നില്ല, ഏതാണ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്ത് എന്ത് ചെയ്യാം, ആ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പക്ഷെ നമുക്ക് അപ്പൊ അതിന്റെ ആൻസർ കിട്ടിയേക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യുമ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്തിരിക്കണോ എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ക്രോസ് ഇട്ട് വെക്കുകയോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അത് നമുക്ക് പിന്നീട് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ എപ്പോഴും പറയാം, ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. നമുക്ക് അറിയുന്ന രീതിയിൽ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ചും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ അതിനെ വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് നമ്പർ 8 ആണ്. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം വാലുവേഷനിൽ നമുക്ക് എപ്പോഴും നമ്മൾ കാണാറുണ്ട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം മിസ്റ്റേക്സുകൾ. അതായത് മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലാതെയുള്ള ആൻസറിങ്. അത് നിങ്ങളുടെ ടൈമിനെ വെറുതെ വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മേ ബി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 വേർഡ് ആണെങ്കിൽ 1 വേർഡ് എഴുതുക, അല്ലെങ്കിൽ 1 or 2 സെന്റൻസ് ആണെങ്കിൽ അത് മാത്രം. 2 മാർക്സ് ആണെങ്കിൽ ആ രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അതല്ല 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കുറെ അറിയാമെന്ന് കരുതി ഒരുപാട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നന്നായി എഴുതാൻ കഴിയുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്വസ്റ്റ്യന് എത്ര മാർക്കുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ആൻസർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചേർക്കുകയാണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അവസാനം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഴുതാൻ നിങ്ങൾക്ക് സമയം കിട്ടാതെ വരികയും അത് ഈ പറഞ്ഞ രീതിയിൽ ഈ എക്സാമിനെ മാത്രമല്ല ഇനി വരുന്ന എക്സാമുകളെ പോലും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അറിയുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം ആദ്യം എഴുതി വെച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസുകൾ അവസാനത്തിലേക്ക് മാറ്റിവെക്കുന്നത് തന്നെയായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 8 ആയിട്ട് ഞാൻ പറഞ്ഞത്. ദെൻ ടിപ്പ് നമ്പർ 9 ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെയാണ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകേണ്ടതെങ്കിൽ അവിടെ നമുക്ക് ആദ്യം ഒരു പ്ലാൻ, ഈ എസ്സേന്റെ കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എസ്സേയിൽ വരേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്ത് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് വാലുവേഷന് കീ പോയിന്റ്സ് നമുക്ക് തരിക. നമ്മുടെ ആൻസർ കീയിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ വരുന്ന പോയിന്റ്സുകൾ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. അതല്ലാതെ ഞാൻ ഒരുപാട് പേജുകൾ എഴുതി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പൊ സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അതിലെ ആ ഒരു പ്രത്യേക കാലഘട്ടത്തെ കുറിച്ച് എഴുതാൻ ചോദിച്ചെങ്കിൽ അപ്പൊ നടന്ന പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡേറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അതിൽ വന്നിരിക്കണം. പ്രത്യേകിച്ചും ആ കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് അത് പെട്ടെന്ന് എത്താനും നിങ്ങൾക്ക് ഫുൾ മാർക്കും അതിൽ സ്കോർ ചെയ്യാനും കഴിയുന്നു. സോ ആ ഒരു കാര്യം നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് 10th ടിപ്പായിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ്. എന്താണ്, നമ്മൾ എഴുതുന്ന ആൻസർ ഷീറ്റുകൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് വളരെ ബ്യൂട്ടിഫുൾ ആയ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും വൃത്തിയായി എഴുതാൻ സാധിക്കും അല്ലെ. വൃത്തിയായിട്ട് പ്രോപ്പർ സ്പേസിങ്ങോട് കൂടി വായിക്കാൻ കഴിയുന്ന രീതിയിൽ വല്ലാതെ വെട്ടിക്കുത്തി തിരുത്തി അങ്ങനെ ഇടാതെ വളരെ നീറ്റായിട്ട് ലെജിബിൾ ആയിട്ട് എഴുതാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേപ്പർ നോക്കുന്ന ആളുകളെ എക്സോസ്റ്റഡ് ആക്കാതെ അവർക്കൊരു മുഷിപ്പുണ്ടാക്കാത്ത രീതിയിൽ വൃത്തിയായിട്ട് എഴുതാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോ ഈ 10 ടിപ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വാലുവേഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നതും നമ്മൾ കാണുന്നതുമായ മിസ്റ്റേക്സുകളെയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിനെ ഏത് രീതിയിലാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടിപ്സ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.